കില്ലാടികളെ അങ്ങനെ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. നമ്മൾ ഇന്നത്തെ പറയുന്ന ഇന്നത്തെ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മുടെ ബബ്ബ ഇപ്പൊ എന്താ വെച്ചാൽ പടമുള്ള ട്രെൻഡിങ്. ഇപ്പൊ ഇന്ന് പാട്ട് തുടങ്ങിയില്ല. ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് പോയി ഏകദേശം 8 മണിക്കാണ് നമ്മുടെ ഷോ തുടങ്ങിയത്. 8 മണിക്ക് പോയി. സത്യം പറയില്ല, ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഈ റിവ്യൂ എന്ന് വെച്ചാൽ ഈ പടത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഈ നമ്മൾ ഈ പടത്തിലുള്ളവന്മാരും ഭ്രാന്തന്മാരാണ്, ഈ കാണുന്നവന്മാർ പടം കാണുന്നവന്മാരും ഭ്രാന്തന്മാരാണ്. സോ അപ്പൊ ഈ റിവ്യൂ പറഞ്ഞാൽ നമ്മൾ ഭ്രാന്തരാണല്ലോ. അപ്പൊ അതുപോലെ ഈ റിവ്യൂ കാണുന്ന നിങ്ങളും ഭ്രാന്തന്മാരായിരിക്കണില്ല. എന്താ വെച്ചാൽ പടം അങ്ങനെയാണ്. സത്യം പറയുമല്ലോ, ഒരു ക്ലാസ് സാധനം, ഒരു ലോജിക്കില്ല. സീരിയസ് ആയിട്ട് പറയാതെ നിങ്ങൾ എന്താ ചെയ്യുക, ലോജിക്കലി എനിക്ക് കഥ വേണം, ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം പറഞ്ഞിട്ട് ഒരിക്കലും ഈ പടത്തിന് പോകരുത്. പക്ക എന്റർടൈൻമെന്റ്. നമ്മളിപ്പോൾ നമ്മുടെ 120 രൂപ ടിക്കറ്റ് അല്ല, 150 രൂപ ടിക്കറ്റ്. ആ 150 രൂപയ്ക്കുള്ള വെറുത്തില്ല, 150 രൂപയ്ക്കല്ല അതിന് കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക എന്റർടൈൻമെന്റ്, പക്ക എന്റർടൈൻമെന്റ്. ഒന്നും പറയാനല്ല. ലാഗ് നമുക്ക് എവിടെയെങ്കിലും ഫീൽ ചെയ്യും പറഞ്ഞാൽ ലാഗേ ഇല്ല ഇവിടെ. ആ സംഭവമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഓരോരോ ലെവലിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോരോ നടന്മാരുടെ എൻട്രി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. എന്താ വെച്ചാൽ നമുക്ക് ഡയറക്ടർമാരെ ഞാൻ പേര് വായിക്കാനില്ല. എന്താ വെച്ചാൽ എനിക്കല്ലാതെ അറിയില്ല സത്യം പറയല്ലോ. ധനഞ്ജയ് ശങ്കർ ആദ്യമായി സംവിധാനം ചെയ്ത പടമാണ് ഇല്ല. പിന്നെ എന്താണ് ഷാഹിം സഫറും നൂറിൻ ഷെരീഫും എഴുതിയ പടം ഗോകുലം ഗോപാലൻ പ്രൊഡക്ഷനിൽ നിർമ്മിച്ചില്ലേ. ബബ്ബ എന്താ വെച്ചാൽ ഭയം ഭക്തി ബഹുമാനം, അതാണ് സംഭവം. സത്യം പറയില്ല, വേറെ ലെവൽ സാധനം. നമ്മുടെ ലാലന്റെ എൻട്രൊക്കെ ഉള്ള സത്യം പറ ഓരോരോ. പിന്നെ BGM ഇല്ലാതെ എടുത്ത് പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോപി സുന്ദറാണോ മ്യൂസിക് കാര്യങ്ങളൊക്കെ അതിൽ BGM പക്ക. ഓരോരുത്തർക്കും ഓരോരോ BGM ഉണ്ട്. പിന്നെ വന്താൻ പാറിയില്ല അവസാനം ഒരാള്, അത് ഞാൻ പറയില്ല, നിങ്ങളത് കാണില്ല. അതാണ് ട്വിസ്റ്റ് സംഭവം. അവസാനം ഒരുത്തും വരും. പിന്നെ എടുത്ത് പറയുന്നത് നമ്മുടെ സാൻഡി മാസ്റ്റർ ആളിതിൽ പക്ക അഭിനയിച്ചിട്ടില്ല. ഫുള്ള് നമുക്ക് ട്വിസ്റ്റ് നമ്മൾ വിചാരിക്കും ആ പടം ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അപ്പുറമാണ് നമുക്ക് തിരിച്ചു തരുന്നത്. എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്നത് പടം കാണുമ്പോൾ. ഫസ്റ്റ് ഒക്കെ നമ്മൾ പോയ സമയത്ത് പിള്ളേർ എന്റെ കൂടെ പിള്ളേർ എന്ന് പറഞ്ഞു, ഇത് പടം വലിയതൊന്നും ഉണ്ടാവില്ല, എന്താ വെച്ചാൽ ഫുള്ള് ഒരു കോപ്പിയാണ്, യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ യൂണിവേഴ്സിലൂടെ നമ്മൾ പോയാൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അമ്മാതിരി യൂണിവേഴ്സിലാണ്, നമ്മൾ ഏത് യൂണിവേഴ്സിലാണെന്ന് തോന്നിപ്പോവും. അമ്മാതിരി പക്ക സാധനങ്ങളാണ്. സത്യം പറയല്ലോ, ഭയങ്കര എന്റർടൈൻമെന്റ്. നമുക്കിങ്ങനെ ഒരു എനർജി തന്നുകൊണ്ടേയിരിക്കും പടം കാണുമ്പോൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കാനേ തോന്നിക്കൊണ്ടിരിക്കും. അമ്മാതിരി സാധനം. പിന്നെ ലാലേട്ടനെ എടുത്ത് പറയുന്നത് അവസാനം 20 മിനിറ്റ് ഒക്കെ ഉള്ളൂ ലാലേട്ടൻ. പക്ഷേ ആ 20 മിനിറ്റ് ഒന്നും പറയാനില്ല. നമ്മൾ ലാലേട്ടൻ്റെ ഒരു മുഴുവൻ ഫുൾ പടം കിട്ടിയ ഫീൽ ഇല്ലേ, അത് നമുക്ക് ഈ പടത്തിലൂടെ കാണാൻ പറ്റും. പിന്നെ ദിലീപേട്ടൻ്റെ ഒരു കമ്പാക്ക് തന്നെയാണ്. അതിൽ കുറച്ച് മ്യൂസിക് അതൊക്കെ ഉണ്ട്. ഇതിന്റെ തിരിച്ചു വരുന്നൊക്കെ പണ്ട്. പിന്നെ കുറെ വെട്ടിവെക്കുന്ന സീനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്താ ഒരു യൂണിവേഴ്സ് ആണ് ഇല്ല, ഒരു പടം പല പടങ്ങളുടെയും ഒരു യൂണിവേഴ്സ് പോലെ. എന്താ പല പടങ്ങളുടെയും ഒരു സംഭവം ചേർത്ത് വെച്ചൊരു സംഭവമാണ് ഇത്. ഈ നമ്മുടെ ഈ ബബ്ബ പറഞ്ഞ സാധനം. പക്ഷേ നമുക്കത് തോന്നുകയില്ല. അപ്പൊ നമ്മൾ നോർമലി ഒരു പടം കാണുമ്പോൾ ഇതിന്റെ റീമേക്ക് ആണല്ലോ, അത് അതിന്റെ വീഡിയോകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയല്ല. പല പടത്തിന്റെ ഡയലോഗുകൾ കോപ്പിയാണ്. പക്ഷേ അത് നമുക്ക് ഓഡിയൻസിലോട്ട് എത്തിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്കത് മേക്ക് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കാം, എന്റർടൈൻ ആക്കാം എന്നുള്ളത് പുള്ളിക്കാരൻ നല്ല രീതിക്ക് അറിയാം. അത് കാരണം ആളത് കറക്റ്റായി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ തമിഴ് സിനിമയിലൊക്കെ നമ്മുടെ മാർക്ക് ആന്റണി, പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ അജിത്തിന്റെ ഒരു പടം ഉണ്ടല്ലോ ഇല്ലേ, അതുപോലത്തെ പടത്തിലൊക്കെ ഒരു പാട്ടും ഫൈറ്റ് സീനും ഇല്ലേ, അത് ഇതിലുണ്ട് ഇല്ലേ. അത് നിങ്ങൾ ശരിക്കും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് തിയേറ്റർ ഫുള്ള് ഒന്നിച്ച് ഡാൻസ് കളിക്കുള്ളൂ. 3 പാട്ടുണ്ട് ആ ഫൈറ്റ് സീനില്. അത് നമ്മുടെ ബസ്കരേട്ട കള്ളോ കപ്പയോ കൊഞ്ചോ നമ്മുടെ റിയാസ് ഖാനാണ് കൊണ്ടുവരുന്നത്. പിന്നെ മാഡ് മാക്സിൽ പോലെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറെ സംഭവങ്ങൾ പടമാണ്. പക്ക എന്റർടൈൻമെന്റ്. ഈ സീസൺ ബബ്ബ തൂക്കിയാണല്ലേ, അതൊന്നും പറയാനില്ല. ഡെഫിനറ്റ്ലി 100 കോടി 100 കോടി സോറി മിസ്റ്റേക്ക് 100 കോടി അടിക്കുന്നില്ല, അത് ഉറപ്പാണ്. എന്താ ചെയ്യാം, ഇനിയിപ്പോ നാളെ അവതാർ ഇറങ്ങുന്നുണ്ട്. ബട്ട് എന്താ വെച്ചാൽ അവതാർ എങ്ങനെ വരും നമുക്കറിയില്ല. പക്ഷേ ഈ പടം ഉറപ്പാണ് 100 കോടി അടിക്കും ഈ സീസൺ. ഈ ഇപ്പൊ നമുക്ക് ക്രിസ്മസ് വരുന്നുണ്ട്, ന്യൂ ഇയർ വരുന്നുണ്ട്, വെക്കേഷൻ വരുന്നുണ്ട്. ഇത് തൂക്കുന്നില്ല, ഉറപ്പാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫസ്റ്റ് FDPS ഫാൻ ഷോയ്ക്ക് പോയ സമയത്ത് അത്ര ആൾക്കാരൊന്നുമില്ല. പക്ഷെ അതിനുശേഷം എന്താ വെച്ചാൽ ആൾക്കാർ വരാൻ തുടങ്ങി. ഇനിയും വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ പടം അമ്മാതിരി സാധനങ്ങളില്ല, മിസ്സാക്കരുത്. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സീരിയസ് ഒരു കുറ്റമറിയില്ലാത്ത ഒരു പടമാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ ഓരോരുടെയും കണ്ടവർക്ക് ഞാൻ ചോദിച്ചു, നമുക്ക് മാത്രമാണ് ആ ഫീൽ എന്നൊരു സംഭവം ഞാൻ നോക്കി. ബട്ട് എന്താ വെച്ചാൽ കണ്ടവരെല്ലാവരും പറയുന്നുണ്ട് പക്ക സാധനം, പറഞ്ഞാൽ പക്ക എന്റർടൈൻമെന്റ് സാധനം. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, മിസ് ചെയ്യരുത്. പിന്നെ അവസാനത്തെ ഒരു എൻട്രി ഞാൻ പറയലില്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കേ തോന്നും മറ്റ രോമാഞ്ചം കാണണല്ലോ എന്നൊരു സംഭവം വരും. പിന്നെ ലാലേട്ടൻ്റെ ഇല്ലാതെ പല പടത്തിലുണ്ട്. മുണ്ട് വരച്ച കടിയില്ലേ പടിയത്തില്ല, അതൊക്കെ കണ്ടില്ലേ സീരിയസ് സാധനം. പിന്നെ ലാലേട്ടൻ തുമ്മിയ ഹൈപ്പ്, ആ ഹൈപ്പ് എന്നൊരു പാട്ട് കിട്ടും, അതെടുത്ത് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു MG അണ്ണൻ പാടിയ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ഒരു അഴിഞ്ഞാട്ടം എന്നുള്ള പാട്ട്, അത് പക്കയാണില്ലല്ലോ. എല്ലാവരും പറഞ്ഞു ഈ പടം എന്തിനാ, ഈ പാട്ട് എന്താണ് ഇതിൽ കൊണ്ടുവന്നത് എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷേ ആ സിറ്റുവേഷൻ, ആ പാട്ട് കറക്റ്റ് മാച്ചാണ് ഇല്ലാതെ ഒന്നും പറയില്ല. ലാലേട്ടൻ്റെ ഡാൻസും ആ ഒരു നടന്ന എൻട്രിയും ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ നടന്ന ഹൈപ്പ്, മറ്റേ ഇരുന്ന ഹൈപ്പ്, തുമ്മിയ ഹൈപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ ഇല്ലല്ലോ, ഒന്നും പറയാനില്ല. എനിവേ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക മസ്റ്റായിട്ട്. എന്ന് വെച്ചാൽ എനിക്കതാ പറയുള്ളത്. ഞാൻ ഒരിക്കൽ കണ്ടു, ഇനി എന്തായാലും ഞാൻ പിള്ളേരെ പോകില്ലല്ലോ. എന്ന് വെച്ചാൽ ആ ഒരു എന്റർടൈൻമെന്റ് പറയാനുള്ളൂ. ഇതിപ്പോൾ ഞാനും നമ്മുടെ 2 ഫ്രണ്ട്സും കൂടെ പോയത്. പക്ഷേ പടം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി, ജസ്റ്റ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനി എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി നമ്മൾ പിള്ളേരെ കൂടി പോകുന്നതാണ് ഇല്ലല്ലേ. അമ്മാതിരി പടം സീരീസിൽ നിങ്ങൾ മിസ് ചെയ്യരുത്. എനിക്ക് അതേ പറയുന്നുള്ളൂ. ഈ സീസൺ അവരങ്ങ് തൂക്കി. പിന്നെ പറയാനുള്ളത് പടത്തിന്റെ പാർട്ട് 2 വരുന്നുണ്ട് ഇല്ലല്ലോ. അതേപ്പം പറയാം, ലാസ്റ്റ് പറയാം. പടത്തിന്റെ പാർട്ട് 2 വരുന്നുണ്ട്.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും എടുത്തു പറയാനാണ് നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യലി എന്താ നടക്കുന്നത് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൈജുടെ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റില്ല, ഞാൻ കൂടുതലായിട്ടൊന്നും വലിച്ചു നീട്ടുന്നില്ല. പടം ഇതാണ്, ഫുൾ എന്റർടൈൻമെന്റ്, പക്ക ഫാമിലിക്കാണെങ്കിൽ ഫാമിലിക്ക്, നമ്മുടെ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ യങ്സ്റ്റേഴ്സ് എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റിയ പടമാണ് ബബ്ബ. അപ്പൊ തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റ് വാച്ച്. നമ്മൾ 100 രൂപ അല്ലെങ്കിൽ 150 രൂപ 200 രൂപ അതിന് കൊടുക്കാനുള്ള വെർത്തുണ്ട് ഉള്ള പടം. അതേ പറഞ്ഞോളൂ. ഇനി എല്ലാവരും ഹാപ്പി ആയിരിക്കാം. ലവ് യു ഗൈസ്, ബൈ.